നമ്മൾ ദേശീയ തലത്തിലേക്ക് കടന്നാൽ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നണികൾ. സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് ഇന്ത്യ സഖ്യവും അനുകൂല തരംഗമെന്ന് NDA നേതാക്കളും അവകാശപ്പെടുന്നു. 64.66% ആദ്യഘട്ടത്തിലെ പോളിംഗ്. രാഗേഷ് ഉണ്ട് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം NDAയിലെ 16 മന്ത്രിമാരും ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിയും ഒക്കെ മാറ്റുരച്ച ഒന്നാം ഘട്ടമാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ പ്രതീക്ഷയാണല്ലേ ഇരു മുന്നണികൾക്കുമുള്ളത്. ഈ ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ NDA മുന്നോട്ട് വയ്ക്കുമ്പോൾ അപ്പോൾ എന്താണ് NDAയുടെ പ്രതീക്ഷ? ഗുഡ് മോർണിംഗ്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. കാരണം ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിൽ 64.66% 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിനു മുൻപ് ഇതുപോലെ വലിയ പോളിംഗ് ഉണ്ടായിട്ടുള്ളത് 2000-ൽ ആണ്. അന്ന് 62.57% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതിനു മുൻപ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 98-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64.6% രേഖപ്പെടുത്തിയിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര അധികം പോളിംഗ് സംസ്ഥാനത്ത് ആദ്യമായാണ്. ഇതാണ് വലിയ പ്രതീക്ഷയായി മുന്നണികൾ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പോളിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു മാറ്റത്തിൻ്റെ തെളിവായി തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ ഉറപ്പായും കഴിയും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 61 സീറ്റുകൾ നേടിയിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുന്നു എന്ന പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ പങ്കുവെക്കുന്നത്. എന്നാൽ NDA ക്യാമ്പും വലിയ പ്രതീക്ഷ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ബീഹാറിൽ സ്ത്രീകളുടെ വോട്ടുകൾ വലിയ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരംഗം ആണ് ഇത്തവണ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് സർക്കാർ നടപ്പാക്കിയ പല ജനക്ഷേമ പദ്ധതികൾ അനുകൂലമാകും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നിതീഷ് കുമാർ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തിയത്. അതായത് സ്ത്രീകൾക്ക് 10,000 രൂപ സ്വയം തൊഴിലിനായി നൽകുന്ന പദ്ധതി. ആ പദ്ധതി ഏതാണ്ട് 1.5 കോടി സ്ത്രീകൾക്കാണ് പദ്ധതിയിലൂടെ പണം ലഭിച്ചത്, അവരുടെ അക്കൗണ്ടിൽ എത്തിയത്. അതിന് തെരഞ്ഞെടുപ്പ് കാലത്തും ആ പണം വിതരണം ചെയ്തിരുന്നു. അതിനെയൊക്കെ ഇന്ത്യ സഖ്യം ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ആ പണം കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തിയവരുണ്ട്. പശുവിനെ വാങ്ങിയ സ്ത്രീകളുണ്ട്, ആടിനെ വാങ്ങിയ സ്ത്രീകളുണ്ട്, ചെറിയ ഭക്ഷണശാലകൾ തുടങ്ങിയ സ്ത്രീകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സർക്കാരിന് അനുകൂലമായ തരംഗമാകും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് JDUവിനും BJPക്കും ഒക്കെ ഒരുപോലെയുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, മധ്യപ്രദേശിലൊക്കെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾ ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ സർക്കാരിന് വലിയ നേട്ടമായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഏതായാലും NDA ക്യാമ്പും പുലർത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ചില വിദഗ്ധരെങ്കിലും അഭിപ്രായപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ആ തരത്തിൽ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് SIR നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും വോട്ടർ പട്ടികയിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷം ആളുകളുടെ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ കണക്കാക്കുമ്പോൾ 15 ലക്ഷത്തിലധികം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വോട്ടുകളുടെ കുറവാണ് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനയായി കാണുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു 100 പേരാണ് വോട്ടർമാരെങ്കിൽ അതിൽ 60 പേർ വോട്ട് ചെയ്യും. അപ്പോൾ അത് 60% കണക്കാക്കും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, 80 പേർക്കാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, അതിൽ 60 പേർ വോട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ബീഹാറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഈ 64.66 എന്നാണ്. അത് തന്നെയാണ് മുന്നണികൾക്ക് പ്രതീക്ഷയും ഒപ്പം ഒരുപോലെ ആശങ്കയും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും. രാഗേഷ് ആണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. രാഗേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ പോളിംഗ് ശതമാനം ഒരേപോലെ തന്നെ ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഫലം, ആർക്കൊപ്പം ബീഹാറിലെ ജനത നിൽക്കും എന്നുള്ളത്.